ഫ്രീ ആയിട്ടുള്ള എഡിറ്റിംഗ് സർവീസുകൾ കൂടി ഡാറ്റാസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുതിയ റെസ്യൂമ് മാത്രമല്ല ഡാറ്റാസിറ്റി ചെയ്യുന്നത്. കസ്റ്റമർക്ക് ഫ്യൂച്ചറിൽ വരുന്ന എഡിറ്റിംഗ് സർവീസുകൾ ഫ്രീ ആയിട്ടും ടൈം എടുക്കുന്ന വർക്കുകൾക്ക് ഒരു ചെറിയ സർവീസ് ചാർജ് വാങ്ങിയിട്ട് കസ്റ്റമറിന് വേണ്ടത്ര സപ്പോർട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന വേർഡ് ഫയൽ പ്രൊവൈഡ് ചെയ്തിട്ടും ചില കസ്റ്റമറിന് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഞങ്ങളുടെ ഫയൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ചെറിയ എഡിറ്റാണ്. ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ചെറിയൊരു എഡിറ്റിങ്ങുമായിട്ട്. പക്ഷേ അവർക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്കത് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി റെസ്യൂമ് ചെയ്യാൻ വരുന്ന കസ്റ്റമറിനായാലും ഞങ്ങളുടെ ഫയൽ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കസ്റ്റമറിന് കൊടുത്ത വേർഡ് ഫയലാണ്. അതിൽ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് സർട്ടിഫിക്കേഷൻ ഒന്നുകൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സർട്ടിഫിക്കേഷൻ്റെ ആഡ് ചെയ്ത് ആ ഒരു ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു. ആ ടെക്സ്റ്റ് ബോക്സ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കുന്നു. കാരണം ഒരു കണ്ടൻറ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. ജസ്റ്റ് എൻ്റർ അടിക്കുന്നു. അപ്പോഴേക്കും ബുള്ളറ്റ് പോയിന്റ് വന്നിട്ടുണ്ട്. അവിടെ എന്താ കൊടുക്കേണ്ടത് ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. UK ടാക്സേഷൻ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം ഈ ടെക്സ്റ്റുകളെല്ലാം കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സ് അടിയിലുള്ള ടെക്സ്റ്റ് ബോക്സ് ജസ്റ്റ് താഴോട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് താഴോട്ട് വന്നു. പിന്നെ അടുത്ത ആ ഒരു ഹെഡിങ്ങിൻ്റെ ആ ഒരു അണ്ടർലൈന് അതൊന്ന് താഴോട്ടാക്കി കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ മുകളിലുള്ള ആ ഹെഡിങ് അതുകൂടി നമ്മൾ താഴോട്ടാക്കി കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ എഡിറ്റ് ചെയ്യാൻ. ഇത് എഡിറ്റബിൾ ഫോർമാറ്റ് തന്നെയാണ് കേട്ടോ, വേർഡ് ഫോർമാറ്റ്. അപ്പോൾ എല്ലാവർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റ് തന്നെയാണ് ഡാറ്റാസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.